എല്ലാവർക്കും നമസ്കാരം. മാത്സ് വേയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി B.Ed സെക്കൻഡ് സെമസ്റ്റർ മാത്തമാറ്റിക്സ് ഓപ്ഷണൽ പേപ്പറിൻ്റെ ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, ഡിജിറ്റൽ റിസോഴ്സസ്. ഇതിൽ മെയിനായിട്ട് ഡിജിറ്റൽ റിസോഴ്സസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ സ്പെസിഫിക്കലി ടോപ്പിക് എടുത്ത് പറഞ്ഞിരിക്കുന്നത് CD, DVD, വെബ്സൈറ്റും ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചും പഠിക്കാനുണ്ട്. നമുക്ക് ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഓർത്ത് വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാമിന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. നോക്കാം. ഡിജിറ്റൽ റിസോഴ്സസ് എന്താണ്? ഡിജിറ്റൽ റിസോഴ്സസ് or digital sources refer to any type of information or media that is stored or transmitted in a digital format such as computer or the internet. ഡിജിറ്റൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആയ എന്തെങ്കിലും മീഡിയ ആയിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്കോ PDF എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് ഡിജിറ്റലി ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡിജിറ്റൽ റിസോഴ്സസ് എന്ന് പറയും. This can include textbook, text documents, images, audio and video files. എന്താ? ഡോക്യുമെൻറ്റ്സ് ആകാം, PPTയോ PDF-ഓ. ഇപ്പം ഞാൻ തരുന്ന ഈ റിസോഴ്സ് എന്താ? ഡിജിറ്റൽ റിസോഴ്സാണ്. പിന്നെ ഇമേജസ് ആയിക്കോട്ടെ, ഓഡിയോ ഫയൽസ്, വീഡിയോ ഫയൽസ്, അതെല്ലാം എന്താണ്? ഡിജിറ്റൽ റിസോഴ്സസ് ആണ്. ഇറ്റ് അലൗസ് ഫോർ ക്വിക്ക് ആൻഡ് ഈസി ആക്സസ്. നമുക്കറിയാലോ ഡിജിറ്റൽ റിസോഴ്സ് എന്താ? ക്വിക്കും ആണ്, ഈസിലി അവൈലബിൾ ആണ്, അല്ലേ? നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം ക്വിക്കായിട്ട്. ഇപ്പം വേറൊരു കുട്ടിയുടെ നിന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റോ നോട്ടോ എന്ത് വേണമെങ്കിലും എങ്ങനെയാണ്? നമ്മൾ വാട്സപ്പിലോ എങ്ങനെയെങ്കിലും നമ്മൾ പറയും ഒന്ന് അയച്ചു തരാൻ പറയും. ഉടനെ തന്നെ നമുക്ക് കിട്ടിയില്ലേ? ക്വിക്കായിട്ട് അവൈലബിൾ ആണ്, ഈസി ആയിട്ടും ചീപ്ലിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് ഡിജിറ്റൽ റിസോഴ്സസ്. ഡിജിറ്റൽ റിസോഴ്സസ് ഇൻക്ലൂഡ്, നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഡിജിറ്റൽ റിസോഴ്സസ് എന്ന് പറയുന്നത് CD, DVD, വെബ്സൈറ്റ്, ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. CD എന്താ? CD സ്റ്റാൻഡ്സ് ഫോർ കോമ്പാക്ട് ഡിസ്ക്. CDയുടെ ഫുൾ ഫോം എന്താ? കോമ്പാക്ട് ഡിസ്ക്. CD is an optimal storage device used in computers for the permanent storage of data and information. ഒരു ഡേറ്റ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒരു ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അതാണ് CD. നമുക്കറിയാം പണ്ട് CDസിൽ നമ്മൾ എന്തെങ്കിലും ഫയൽസോ ഫിലിംസോ എന്ത് വേണമെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ? പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡിവൈസാണ്, ഒപ്റ്റിമൽ സ്റ്റോറേജ് ഡിവൈസാണ് എന്ത്? CD. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ്. എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് ഡിവൈസാണ്. ദ മോസ്റ്റ് കോമൺ വേരിയൻസ് ഓഫ് CDR. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള CD വേരിയൻസ് എന്ന് പറയുന്നത് CD-ROM, CDR അത് റെക്കോർഡബിൾ ആയിട്ടുള്ളത്, CDRW റീറൈറ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ CD എന്താ? CD എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് ആണ്, അതൊരു ഒപ്റ്റിമൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. വേറെ നമുക്ക് പെർമനൻറ്റ് സ്റ്റോറേജ് ഓഫ് ഡേറ്റയെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. മോസ്റ്റ് കോമൺ വേരിയൻസ് എന്ന് പറയുന്നത് CD-ROM, CDR, CDRW. അടുത്ത എന്താ? DVD. എന്താ DVD? എന്താ? DVD സ്റ്റാൻഡ്സ് ഫോർ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. DVDയുടെ ഫുൾ ഫോം ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാനാണ്. ഈ ഫുൾ ഫോം ഒക്കെ CDയുടെ ആയിക്കോട്ടെ DVD ആയിക്കോട്ടെ അതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഒപ്റ്റിമൽ സ്റ്റോറേജ് ഡിവൈസ്. ഇത് ഒപ്റ്റിമൽ അല്ല, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. DVD എന്ന് പറഞ്ഞ ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. The major difference is that a typical DVD can acquire about 7 times more amount of data as compared to a CD. നമ്മളെപ്പോഴും വിചാരിക്കും ഈ DVDയും CDയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന്. അതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? DVDയിൽ മോർ എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. 7 times മോർ എമൗണ്ട് ഓഫ് ഡേറ്റ ആസ് കമ്പയർഡ് ടു CD. CDയെക്കാട്ടിലും 7 times മോർ ആയിട്ടുള്ള ഡേറ്റ നമുക്ക് DVDയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. രണ്ടും ഒരു സ്റ്റോറേജ് ഡിവൈസ് തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് CD, DVD ഈസ് ഓൾസോ അവൈലബിൾ ഇൻ 3 ഫോംസ്: DVD-ROM, DVD-R ആൻഡ് DVD-RW. CD പോലെ തന്നെ DVD 3 ഫോംസിൽ അവൈലബിൾ ആണ്. എന്തൊക്കെയാണ്? DVD-ROM, DVD-R. എന്തായിരുന്നു? റെക്കോർഡബിൾ. DVD-RW റീറൈറ്റബിൾ. DVDയുടെ
കാര്യം നോക്കി. അടുത്ത എന്താ? വെബ്സൈറ്റ്. വെബ്സൈറ്റ് എന്താ? വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ്സൈറ്റിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ് പേജസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു എ പർട്ടിക്കുലർ ടോപ്പിക് സച്ച് ആസ് ന്യൂസ്, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് ഓർ സോഷ്യൽ മീഡിയ. എന്തിനെക്കുറിച്ചായിക്കോട്ടെ നമുക്ക് സെർച്ച് ചെയ്യും. ഇപ്പോൾ ന്യൂസിനെ കുറിച്ച്, എഡ്യൂക്കേഷനെ കുറിച്ച്, എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ എന്താണ്? വെബ്സൈറ്റ്സ് ആണ്. ദ മോസ്റ്റ് വിസിറ്റഡ് വെബ്സൈറ്റ്സ് ആർ, മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഗൂഗിൾ, യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ഇതൊക്കെ എന്താ? വെബ്സൈറ്റ്സ് ആണ്. വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. അടുത്തത് എന്താ? ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ്. എന്താ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ്? നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇനി വരുന്ന സെമസ്റ്ററിൽ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അറിഞ്ഞിരുന്നാൽ ഇതിന് ഈ പോയിൻറ്റ്സ് ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി എഴുതാൻ പറ്റും. നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇ ടെക്സ്റ്റ് ബുക്സ് ഓർ ഇ ടെക്സ്റ്റ്. ഇനി നമ്മൾ എന്ത് വിളിക്കും? ഇ ടെക്സ്റ്റ് ബുക്സ് എന്നും പറയും, അല്ലെങ്കിൽ ഇ ടെക്സ്റ്റ് എന്നും പറയും. ഇറ്റ് മേ സെർവ് ആസ് ദ ടെക്സ്റ്റ് ഫോർ എ ട്രഡീഷണൽ ക്ലാസ് ഓർ ആൻ ഓൺലൈൻ കോഴ്സ്. നമുക്ക് ട്രഡീഷണൽ ക്ലാസ്സിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സിന് വേണമെങ്കിൽ ഈ ടെക്സ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ക്യാൻ ബി ഡൗൺലോഡഡ്, പ്രിൻറ്റഡ് ഓർ ആക്സസ്ഡ് ഓൺലൈൻ. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി റെൻറ്റഡ് ഫോർ എ ടേം ഓർ പർച്ചേസ്ഡ് ഫോർ എ ലൈഫ് ടൈം ആക്സസ്. നമുക്കറിയാം, നമ്മൾ സൈറ്റിലൊക്കെ കയറിയിട്ട് ചില ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ നോവൽസ് ആയിക്കോട്ടെ എന്തും നമുക്ക് എന്താ റെൻറ്റിന് എടുക്കാൻ പറ്റും. നമ്മൾ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ഇത്ര പീരീഡിൽ നമുക്ക് റെൻറ്റിന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ടൈം പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. മെനി ഓഫ് ദം ആർ ഫ്രീ ടു യൂസ്. മോസ്റ്റ് കോമൺലി നമുക്ക് എന്താ ടെക്സ്റ്റ് ബുക്സ്, ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് എന്താ അറിയാം, ഇപ്പോൾ ബി എഡിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി എന്തിനും ആയിക്കോട്ടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നമുക്ക് എന്താ നമ്മൾ എന്ത് ചെയ്യും? സൈറ്റിൽ കയറി പേരടിച്ചു കൊടുത്താൽ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളത് കൊണ്ട്, അല്ലാതെ നമുക്ക് എന്താ റെൻറ്റിനോ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കാറില്ലേ? അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ് നമുക്ക് ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു റിസോഴ്സാണ്. ഈ ഡിജിറ്റൽ റിസോഴ്സിൽ മെയിനായിട്ട് നമുക്ക് ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ് നമ്മുടെ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ റിസോഴ്സസ്. ഈ പഠിച്ച നമ്മൾ എന്തൊക്കെ ഡിജിറ്റൽ റിസോഴ്സിനെ കുറിച്ച് പഠിച്ചാൽ? CD പഠിച്ചു, DVD കുറിച്ച് പഠിച്ചു, വെബ്സൈറ്റ് പഠിച്ചു, പിന്നെ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ് എന്താണെന്ന് നോക്കി. അപ്പോൾ ഈ ഡിജിറ്റൽ റിസോഴ്സസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താ? ക്രിയേറ്റ് എ വേരിയഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. നമുക്കറിയാം, നമ്മൾ ഡിജിറ്റലി ഇപ്പം ഒരു എന്തായിക്കോട്ടെ പഠിപ്പിക്കുന്ന കാര്യമോ പഠിക്കുന്നതും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഇൻട്രസ്റ്റ് കൂടും. പിന്നെ കൂടുതൽ കുട്ടികളും അറ്റൻറ്റീവ് ആയിരിക്കും ക്ലാസ്സിൽ. അതേപോലെ നമുക്ക് വേരിയഡ് ആയിട്ടുള്ളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് എന്ത് തരുന്നത്? ഡിജിറ്റൽ റിസോഴ്സ് തരുന്നത്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിളാണ്. നമുക്ക് എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ റിസോഴ്സ് ഉപയോഗിച്ച്. ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. അത് ചീപ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിജിറ്റൽ റിസോഴ്സസ്. ടീച്ചിങ് ചേഞ്ചസ് ഫ്രം ടീച്ചിങ് ഫാക്ട്സ് ടു അപ്ലൈയിങ് കൺസെപ്റ്റ്സ്. ടീച്ചിങ് എന്ത് ചെയ്യും? ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം നമുക്കറിയാം ടീച്ചേഴ്സ് ഡിജിറ്റൽ റിസോഴ്സ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ അവരുടെ എഫേർട്ട് വീട്ടിലുള്ള എഫേർട്ടുണ്ട്, അല്ലെങ്കിൽ ഹോംവർക്ക്സ് ഉണ്ട്, പക്ഷേ എന്നാലും അവരുടെ എഫേർട്ട് കുറച്ച് കുറയും. ക്ലാസ്സിൽ അവർക്ക് സ്റ്റുഡൻസിനെ മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും ഈ ഡിജിറ്റൽ റിസോഴ്സ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ. അവർക്ക് കുട്ടികൾക്കും കൂടുതൽ മനസ്സിലാവും. ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് അവിടെ കുറച്ച് വോയിസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. കാരണം സ്റ്റുഡൻസ് അത്രയും അറ്റൻറ്റീവ് ആയിരിക്കും ക്ലാസ്സിൽ. അവർക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ കണ്ടുപഠിക്കാം. ഡിജിറ്റൽ റിസോഴ്സ് ഇപ്പോൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ കാണിക്കുമ്പോഴും അതായത് വീഡിയോസൊക്കെ കാണിച്ച് പഠിപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. അറ്റൻറ്റീവ് ആയിരിക്കും അവർ ക്ലാസ്സിൽ. ഇൻക്രീസ് ഇൻ ക്ലാസ് റൂം എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യും. സ്റ്റുഡൻസ് വളരെയധികം ഇൻട്രസ്റ്റഡോടായിരിക്കും ഈ ഡിജിറ്റൽ റിസോഴ്സ് വെച്ച് പഠിപ്പിക്കുമ്പോൾ ഇരിക്കുന്നത്. മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് മെറ്റീരിയൽസ് ക്യാൻ ബി ആക്സസ്ഡ്. നമുക്കറിയാമല്ലോ, ഇപ്പം ടെക്സ്റ്റ് ബുക്കോ എന്തും ആയിക്കോട്ടെ ഡിജിറ്റലി നമ്മളിപ്പം നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് വേണം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ബുക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്തു, ഇപ്പോൾ അത് മേടിച്ചു, അടുത്ത ബുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും കുറേ ബുക്ക് മേടിക്കുക എന്നുള്ളത്. പക്ഷേ ഡിജിറ്റലി അവൈലബിൾ മോസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്സ് എന്താ ഫ്രീ ആയിട്ട് അവൈലബിൾ. അതുകൊണ്ട് നമുക്ക് എന്താ എത്ര എണ്ണം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു ലേൺ അറ്റ് യുവർ ഓൺ പേസ്.
മെയിനായിട്ടുള്ള കാര്യമാണ് നമുക്ക് എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് എന്ത് പറ്റും, പഠിക്കാനോ യൂസ് ചെയ്യാനോ ഒക്കെ പറ്റും ഈ ഡിജിറ്റൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അല്ലേ. റോൾ ഓഫ് എ ടീച്ചർ. ഡിജിറ്റൽ റിസോഴ്സിൽ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ്? ടീച്ചർ ഇന്നോവേറ്റ് യൂസിങ് ഡിജിറ്റൽ ടൂൾസ്, ക്രിയേറ്റിംഗ് ഇൻറ്ററാക്റ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് എൻകറേജിങ് ആക്റ്റീവ് ലേണിംഗ്. ടീച്ചേഴ്സ് ഡിജിറ്റൽ റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവിടെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. പിന്നെ ആക്റ്റീവ് ലേണിംഗ് ആയിരിക്കും നടക്കുന്നത്. സ്റ്റുഡൻസ് മോർ ആക്റ്റീവ് ആയിരിക്കും ക്ലാസ്സിൽ. യൂസിങ് കോമൺ ടൂൾസ് ഫോർ പ്രിപ്പയറിംഗ് സ്ലൈഡ് ഷോസ്, വീഡിയോസ് ആൻഡ് പോഡ്കാസ്റ്റ്, ദ ടീച്ചർ ക്യാൻ ക്രിയേറ്റ് പ്രസൻറ്റേഷൻ ദാറ്റ് ഫോളോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഡിജിറ്റൽ റിസോഴ്സ് യൂസ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ കൂടുതലും അവിടെ നടക്കും. കാരണം സ്റ്റുഡൻസിന് കൂടുതലായിട്ട് മനസ്സിലാവുന്നു, അവരുടെ ഡൗട്ട്സ് അപ്പം തന്നെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്താ, ടീച്ചർ ആക്ട് ആസ് എ മെൻറ്റർ, സപ്പോർട്ടർ, ഫെസിലിറ്റേറ്റർ ആയിട്ടായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ എന്താ പഠിച്ചത്? ഡിജിറ്റൽ റിസോഴ്സസിനെ കുറിച്ച് പഠിച്ചു. നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം എന്താണിന്ന് നോക്കിയെന്നുള്ളത്. ആദ്യം നമ്മൾ ഡിജിറ്റൽ റിസോഴ്സ് എന്താണെന്ന് പഠിച്ചു. ഡിജിറ്റൽ റിസോഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ സോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഒരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മീഡിയ ആണ്. അതവിടെ സ്റ്റോർഡ് ഓർ ട്രാൻസ്മിറ്റഡ് ഡിജിറ്റൽ ഫോർമാറ്റിൽ കൂടെ സ്റ്റോർ ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, സച്ച് ആസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കൂടെ. ഈസിലി ക്വിക്കായിട്ടും ഈസി ആയിട്ടും ആക്സസിബിൾ ആണ്. അതെന്താ, ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് ആകാം, ഇമേജസ് ആകാം, ഓഡിയോ ആൻഡ് വീഡിയോ ഫയൽസും ആകാം. പിന്നെ നമ്മൾ പഠിച്ചത് ഡിജിറ്റൽ റിസോഴ്സിന് മെയിനായിട്ടുള്ള CD, DVD, വെബ്സൈറ്റും ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സിനെ കുറിച്ച് നോക്കി. CD എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് എന്ന് പറഞ്ഞു. പിന്നെ ഒപ്റ്റിമൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്, പെർമനൻറ്റ് സ്റ്റോറേജ് ഓഫ് ഡേറ്റ ആണ് അവിടെ നടക്കുന്നത്. DVD ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്ന് പറഞ്ഞു. CDയും DVDയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ നോക്കി. പിന്നെ വെബ്സൈറ്റ് എന്താ? വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. മോസ്റ്റ് കോമൺ വിസിറ്റഡ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ, യൂട്യൂബും ഫേസ്ബുക്കും ആണ്. പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ് എന്താണെന്ന് നോക്കി. ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ആണ് ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് എന്നൊക്കെ അതിനെ പറയും. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ റിസോഴ്സ് എന്താണെന്ന് നോക്കി. പിന്നെ റോൾ ഓഫ് ദ ടീച്ചർ നോക്കി. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.